അസീറോക്കെ ഉണ്ടായിരുന്ന സമയത്ത് ജാസ്മിനെ കുറച്ചെങ്കിലും ഒരു പേടിയുള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു അസീറോക്കി. ജാസ്മിൻ എന്ത് പറഞ്ഞാലും അതിന് തിരിച്ച് അതേ രീതിയിൽ മറുപടി നൽകുന്ന ഒരാളായിരുന്നു അസീറോക്കി. ബിഗ് ബോസ് ഹൗസിനകത്ത് റോക്കി, സിജോ ഇവരൊക്കെ പോയ ശേഷം ബിഗ് ബോസ് ഹൗസിനകത്ത് ഉല്ലസിച്ച് നടക്കുന്ന ഗബ്രിയെയും ജാസ്മിനെയുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് വന്നതോടുകൂടി അതങ്ങ് തീർന്നു കിട്ടി. ഇപ്പൊ ജാസ്മിന് പേടിയുള്ള 2 കണ്ടസ്റ്റൻസ് വീടിനകത്തുണ്ട്. ഒന്ന് സിബിനാണ്. ഒറ്റ ടാസ്ക് കൊണ്ട് തന്നെ ആളാരാണെന്ന് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് സിബിൻ. വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രതീക്ഷയുണ്ടായിരുന്ന ആ കുറച്ചുപേരുണ്ടായിരുന്നു. അവരെയൊക്കെ മറികടന്ന് ഇപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് സിബിൻ. ജാസ്മിന്റെ വെറും മണ്ടത്തരങ്ങളൊന്നും സിബിന്റെ അടുത്ത് ഏൽക്കില്ല. അതുപോലെ തന്നെ ഒരു കണ്ടസ്റ്റന്റ് ആണ് പൂജ കൃഷ്ണ. പൂജയെയും ഒരുപാട് കൺവിൻസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ജാസ്മിൻ ശ്രമിച്ചിരുന്നു. പക്ഷെ പരാജയമായിരുന്നു ഫലം. പൂജയോട് ജാസ്മിൻ പറയുന്നുണ്ട്, നീ ഇപ്പം വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാ നിനക്കറിയാത്തെ. മിനിമം ഒരു മാസമൊക്കെ കഴിഞ്ഞോട്ടെ, ഇപ്പൊ ഉള്ള നിന്റെ മെന്റാലിറ്റി ആയിരിക്കില്ല, മൊത്തത്തിൽ ബ്രേക്കായി നീ വേറൊരാളായിരിക്കും എന്നൊക്കെ പൂജയോട് പറയുന്നുണ്ട്. പൂജ അപ്പം വീണ്ടും പറയുന്നു, നീ ബ്രേക്ക് ആവുന്നതും ആവാത്തതും അത് നിന്റെ കയ്യിലാണ്, മറ്റൊരാളുടെ കയ്യിലല്ല. നീ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നീ ആ പവർ മറ്റൊരാൾക്ക് കൊടുത്തതുകൊണ്ടാണ് നിന്നെ അയാൾക്ക് ബ്രേക്ക് ആക്കാൻ പറ്റുന്നത്. ഏത് സിറ്റുവേഷനിലും ആലോചിച്ച് ഉചിതമായി ചെയ്യാൻ പറ്റുന്ന ആളാണ് ശരിക്കുമുള്ള മത്സരാർത്ഥി എന്നും പൂജ പറയുന്നുണ്ട്. തൊട്ടടുത്ത് സിബിനും ഇരിപ്പുണ്ട്. ജാസ്മിൻ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കുറെ നാൾ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും എന്നാണെന്ന് സിബിനും അവിടെ നിന്ന് പറയുന്നു. താൻ പറയുന്നതൊന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ ജാസ്മിന് വളരെയധികം സങ്കടമുണ്ട്. പക്ഷെ ഇതുവരെ വീട്ടിലുണ്ടായിരുന്ന മറ്റ് കണ്ടസ്റ്റൻസിനെ പൊട്ടന്മാരാക്കിയതുപോലെ ഇവരെ ആക്കാൻ പറ്റില്ല എന്ന് ക്ലിയർ ആയി ജാസ്മിന് മനസ്സിലായിരിക്കുകയാണ്.